തിരുവചനം തിരുവചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, നീ ഇന്ന് ഞങ്ങൾക്ക് നൽകാനിരിക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട്, ജീവിതത്തിൻ്റെ ഞങ്ങളുടെ വിളിയെ തിരിച്ചറിയാനായിട്ട് കർത്താവെ നീ സഹായിക്കണമേ. പരിശുദ്ധമേ ദൈവമാതാവേ, നീ ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, നിന്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വചനങ്ങൾ ഇങ്ങനെ പറയുന്നു. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബലൂൺ നഫ്താലി പ്രദേശങ്ങൾ, വിജാതീയരുടെ ഗലീലി. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ മുതൽ അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു തമ്പുരാൻ്റെ ഒരു ശുശ്രൂഷയുടെ തുടക്കമാണ്. അതായത് പിതാവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷ തുടങ്ങിയ മൊമെൻ്റാണ്. അതിന് മുമ്പ് വരെ യേശുവിനെ അതിലേക്ക് രൂപപ്പെടുത്തിയ ഒരു കാലഘട്ടമാണ് 30 വയസ്സിന് മുമ്പോട്ട്. ആ 30 വയസ്സിൽ കർത്താവിനെ, യേശു തമ്പുരാനെ പിതാവായ ദൈവം എന്ത് ഏൽപ്പിച്ചു? പിതാവിൻ്റെ ഹിതം നിറവേറ്റാനാണല്ലോ പുത്രൻ വന്നത്. ആ രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കാനാണല്ലോ പുത്രൻ വന്നത്. അപ്പോൾ ആ എന്ത് ഏൽപ്പിച്ചോ അതിൻ്റെ തുടക്കമാണ് ഈ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കണ്ടത്. അതിനു മുമ്പ് നമ്മൾ കാണുന്നുണ്ട് മരുഭൂമിയിലെ പരീക്ഷ. ഈ ഒരു മരുഭൂമി അനുഭവം, ഒരു ഡിസേർട്ട് എക്സ്പീരിയൻസ് നമ്മുടെ എല്ലാ ജീവിതത്തിലും, ആത്മീയരായ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉള്ളതാണ്. പണ്ട് ഞാൻ MTech ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഫുൾ ടൈം ശുശ്രൂഷകനാവണം, അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി ഞാനൊരു ടീമിൻ്റെ കൂടെ ശുശ്രൂഷയിലൊക്കെ ഇങ്ങനെ പങ്കെടുത്ത് ശുശ്രൂഷയൊക്കെ ചെയ്ത് ജീവിച്ച് പോയ ഒരു കാലഘട്ടമുണ്ടായി. അപ്പോൾ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഇതുപോലെ ചെറിയ വചനമൊക്കെ പങ്കുവയ്ക്കാൻ ഒരു ടീമുമായിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു നല്ല മെസ്സേജൊക്കെ ഉള്ള, നല്ല പ്രാർത്ഥന, നല്ല അഭിഷേകം, നല്ല വിശുദ്ധിയൊക്കെ ഉള്ള ഒരു വ്യക്തി നേരെ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ആ വ്യക്തി എൻ്റെ മുഖത്ത് നോക്കി പറയാണ്, ജോർജിനെ കർത്താവ് ഒറ്റയ്ക്ക് വിടാൻ സമയമായിട്ടുണ്ട്. അതെല്ലാ ആത്മീയ മനുഷ്യരുടെയും ജീവിതത്തിലുള്ളതാണ്. ഒറ്റയ്ക്ക് വിടുമ്പോഴേ കർത്താവ് ഒത്തിരി കാര്യങ്ങൾ നമ്മളെ നേരിട്ട് പഠിപ്പിക്കത്തുള്ളൂ. അവിടെ വെച്ചാണ് നമ്മുടെ യഥാർത്ഥ മിഷൻ നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മളെന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അത് എൻ്റെയൊക്കെ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ബേസിൽ എനിക്ക് പറയാൻ പറ്റും, ദൈവം നമ്മളെ 4 രീതിക്കാണ് നയിക്കുന്നത്. ആദ്യത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാൻ തുടങ്ങും. അതായത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അത് സംഭവിക്കും. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഒരു വ്യക്തിക്ക് വേണ്ടി രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗം മാറും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംഭവിക്കും. ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, വണ്ടി വാങ്ങിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംഭവിച്ചെന്നിരിക്കാം. അതിനുശേഷം പയ്യെ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ തുടങ്ങും. ഇപ്പോൾ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. 5 പൈസ ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ MTech പഠിക്കണമെന്ന് ആഗ്രഹിച്ചത്. MTech റാങ്കോട് കൂടി കോളേജിൽ നിന്ന് ഇറങ്ങാനായിട്ട് കർത്താവ് അനുഗ്രഹിച്ചു. 5 പൈസ ഇല്ലാതെയാണ് ഞാൻ തുടങ്ങിയത്. ഇനി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, വിവാഹം കഴിച്ചു. നല്ലൊരു കുടുംബത്തിൽ നല്ലൊരു മോളെ കർത്താവ് ജീവിത പങ്കാളിയായിട്ട് കൂട്ടിച്ചേർത്തു. മക്കളെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു, പിള്ളേരെ തന്നു കർത്താവ്. ശുശ്രൂഷ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു, ശുശ്രൂഷ തന്നു. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ തുടങ്ങുക. 2ാമത്തെ സ്റ്റേജ്. ഈ 2 സ്റ്റേജിലൊരു സംഭവമുണ്ട്. ഇതൊരു ഭൗതിക ആവശ്യങ്ങൾ മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഭൗതിക ആവശ്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു സ്പിരിച്വാലിറ്റി ഒന്നും കടന്നു വന്നിട്ടില്ല. പലരും ഇവിടെ തന്നെ വീഴുന്നുണ്ട്. ഇങ്ങനെ കത്തി വരും, പിന്നെ പേര് പോലും കേൾക്കാനില്ല പലരുടെയും. കാരണം അവിടെ വെച്ച് വീഴുക. അവിടെ വെച്ച് തന്നെ ചിലപ്പോൾ ഈ അഹങ്കാരമൊക്കെ നമ്മളെ കയറി പിടിക്കാറുണ്ട്.
ഞാൻ എന്തോ ആണ് എന്നൊരു ഭാവത്തിലൊക്കെ അവിടെ അങ്ങ് നിൽക്കും. അത് കഴിഞ്ഞിട്ട് പതുക്കെ ഒരു മൂന്നാമത്തെ സ്റ്റേജ് ഉണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പഠിപ്പീര് തുടങ്ങുന്നത്. അവിടെ 2 കാര്യങ്ങൾ പഠിപ്പിക്കും. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കും, വ്യക്തമായിട്ട് പഠിപ്പിക്കും, കലക്കി കുടിച്ച് തന്നെ പഠിപ്പിക്കും. അതിനുശേഷം പിശാചിനെയും അവൻ്റെ പ്രലോഭനത്തെക്കുറിച്ച് കലക്കി തന്നെ പഠിപ്പിക്കും. ആ പഠിപ്പീരാണ് അതിൻ്റെ ഒരു സെക്കൻഡ് പോർഷൻ. പിശാചിനെയും അവൻ്റെ പ്രലോഭനത്തെയും കുറിച്ച് കലക്കി കുടിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്റ്റേജാണ് നമ്മുടെ ഈ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത്. യേശു മരുഭൂമിയിൽ 40 ദിവസം പ്രാർത്ഥിച്ച് ആ പിശാചിനെ പരാജയപ്പെടുത്തിയതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ആ ഒരു 3 മേഖലയെ നമ്മൾ ജയിക്കാതെ ഈ ഒരു ദൈവിക ശുശ്രൂഷ നമ്മളിലൂടെ നടക്കത്തില്ല. ആ ഒരു പരീക്ഷണം നമ്മൾ ജയിക്കണം. ജയിച്ചു കഴിഞ്ഞിട്ടേ 4ാമത്തെ സ്റ്റേജ് എന്നിലൂടെ നടക്കത്തുള്ളൂ. പിതാവായ ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നമ്മളിലൂടെ നടക്കാൻ തുടങ്ങും. അവിടെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു മിഷൻ ആരംഭിക്കുന്നത്. എൻ്റെ ഒരു ശുശ്രൂഷ അവിടെയാണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ കാണുന്നുണ്ട് 4ാം അധ്യായം തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ആത്മീയ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിച്ചൊരു വ്യക്തിയാണെങ്കിൽ നമ്മളെയും കർത്താവ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മളെയും ഈ മരുഭൂമി അനുഭവത്തിലേക്ക് നയിക്കും. കാരണം ഇട്ടുകൊടുക്കും. ജോബിനെയൊക്കെ ഇട്ടുകൊടുത്തിട്ട് മാറി നിന്നതുപോലെ. ഞാനൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, നീ ഉണ്ടോ? ഇതുപോലെ ഇമാജിനേഷൻ മാത്രമാണോ? അതോ വല്ല ഹാലുസിനേഷൻ മാത്രമാണോ? നീ 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 എക്സിസ്റ്റ് ആണോ എന്നൊക്കെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. നീ ഉണ്ടോ? എനിക്ക് സംശയം നീ ഉള്ളത് എന്നൊക്കെ ഞാൻ പലപ്പോഴും കർത്താവിനോട് മല്ലടിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തൊന്നും നമുക്ക് ആരുമില്ല. നമുക്കൊരു ആത്മീയ ഉപദേശം തരാൻ ഒരു വ്യക്തി കാണത്തില്ല. ശരിക്കും മരുഭൂമി കൊണ്ടിട്ടൊരു വെള്ളം പോലും തരാതെ മരുഭൂമി കൊണ്ടിട്ടൊരു അവസ്ഥയാണ്. ആത്മീയമായിട്ടൊരു ഡ്രൈനെസ്, ഒരിടത്തുനിന്നും ഒരു ആശ്വാസം കിട്ടാത്തൊരവസ്ഥ. ഇതാണ് നമ്മുടെ ഒരു റിയലി ഒരു മരുഭൂമി അനുഭവം എന്ന് പറയുന്നത്. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. 40 ബൈബിളിലൊരു വലിയൊരു ഫാക്റ്റാണ്. 40 ഇസ്രായേൽ ജനം 40 വർഷമാണല്ലോ മരുഭൂമി കൂടി വന്നത്. ആ സമയത്ത് അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാവാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിച്ചതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രലോഭകൻ പറഞ്ഞു, ഈ കല്ലിനെ അപ്പമാകാൻ പറയുക. കാരണം ഇത് ജഡത്തിൻ്റെ ആവശ്യമാണ്. ഈ അപ്പം എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പിനെ ശമിപ്പിക്കുന്ന സാധനമാണല്ലോ. നമുക്ക് ഈ ഭക്ഷണത്തോട് മാത്രമാണോ വിശപ്പുള്ളത്? നമുക്ക് എന്തൊക്കെ കാര്യത്തോടാണ് നമുക്ക് വിശപ്പുള്ളത്? ഈ ജഡത്തിൻ്റെ ആസക്തി എന്ന് പറയുന്നത് ഭക്ഷണാസക്തി, വ്യഭിചാരാസക്തി, അല്ലേ, സുഖഭോഗങ്ങളിൽ മുഴുകുന്ന ആസക്തി, നല്ല സ്ഥലത്തേ ഇരിക്കത്തുള്ളൂ, നല്ലതേ ഉപയോഗിക്കത്തുള്ളൂ. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ആസക്തികളാണല്ലോ. അപ്പോൾ ഒരു ആത്മീയമായിട്ടൊരു മനുഷ്യനെ, ഒരു ആത്മീയ ശുശ്രൂഷയിൽ ഇറങ്ങുന്ന ഒരു മനുഷ്യനെ ആദ്യം പിശാച് പീഡിപ്പിക്കുന്നത് ഈ ജഡത്തിലാണ്. ജഡത്തിൽ ഇങ്ങനെ ഇട്ട് പീഡിപ്പിച്ച് അതിനകത്തുനിന്ന് കര കയറാനായിട്ട് ഒത്തിരി സമയമെടുക്കും. ആ ജഡത്തിൽ നിന്ന് ഒന്ന് കര കയറി കഴിയുമ്പോൾ അടുത്ത കാര്യം ഇതാ വരുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും, താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടെ എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സൃഷ്ടിച്ച പൊന്നു തമ്പുരാനെ നമ്മളെപ്പോഴും പരീക്ഷിക്കുക നമ്മൾ. കാരണം അവനെക്കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കുക. കാരണം ഞാൻ എന്തോ ആണല്ലോ, എനിക്ക് വേണ്ടി ചെയ്തു തരുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ ഗോഡ്, ദൈവം എന്ന് പറയുന്നത്. ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങോട്ട് ചെയ്യണമല്ലോ. ഒരു രോഗിയൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ആഗ്രഹിക്കുക, ഇതങ്ങ് സൗഖ്യപ്പെടട്ടെ എന്നും പറഞ്ഞ് നമ്മളങ്ങോട്ട് കർത്താവിനെ കൊണ്ടങ്ങ് സൗഖ്യപ്പെടുപ്പിക്കുകയാണല്ലോ. അതിനകത്ത് ദൈവഹിതം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ലല്ലോ. ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട് ഒത്തിരി ഇടത്ത്. അതിനകത്തൊക്കെ ഒരു ദൈവഹിതം മറഞ്ഞു കിടപ്പുണ്ട്. ആ ദൈവഹിതത്തിന് അപ്പുറമാണ് നമ്മൾ കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കണത്. നമ്മുടെ ഉള്ളിലേക്ക് ഈ അഹങ്കാരം അങ്ങോട്ട് കയറ്റുവേ, ഞാൻ എന്തോ ആണ്, എനിക്കെന്തോ ഒക്കെയോ അറിയാം. അങ്ങനെ ഈ അഹങ്കാരം കയറി കഴിയുമ്പോൾ സഭയുടെ പഠനത്തോടൊന്നും ഒരു വ്യക്തിയും വിധേയപ്പെടത്തില്ല. ഒരു ആത്മീയ നേതൃത്വത്തിൻ്റെ കീഴിൽ ആ വ്യക്തിക്ക് നിൽക്കാൻ പറ്റത്തില്ല ഈ അഹങ്കാരം കയറി കഴിയുമ്പോഴേ.
കാരണം ഞാൻ പറയുന്ന മാത്രമാണല്ലോ സത്യം. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ നമ്മൾ ആരെയും അംഗീകരിക്കത്തില്ല, വിധേയപ്പെടത്തില്ല. എളിമ എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാകത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വായി തോന്നിയതൊക്കെ നമ്മൾ വിളിച്ചു പറയും. ഫൗസ്റ്റീനയുടെ ഡയറിക്കകത്ത് ഇങ്ങനെ സാധനം വായിച്ചു കേട്ടത് ഓർക്കുന്നുണ്ട്. നിനക്ക് തരുന്ന വെളിപ്പെടുത്തലുകൾ നീ നിൻ്റെ കുമ്പസാരക്കാരനോട് ഷെയർ ചെയ്യണം. ഇതിൽ ഏതൊക്കെയാണ് ഞാൻ തരുന്നതെന്നും ഏതൊക്കെയാണ് പിശാച് തരുന്നതെന്നും നീ കുമ്പസാരക്കാരനിൽ നിന്ന് വേണം തിരിച്ചറിയാൻ. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് പോലും അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യം പറയണോ? ഇതൊരു വിധേയപ്പെടൽ നമുക്കവിടെ ഉണ്ടാവണം, ഒരു അനുസരണം ഉണ്ടാവണം, ഒരു എളിമയുണ്ടാവണം, ഒരു താഴ്മ നമുക്കുണ്ടാവണം. ഈ അഹങ്കാരം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളെ കൂടെ കർത്താവ് ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. എന്നിട്ട് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടെ എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നോടൊക്കെ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, സാറെന്താ ഇങ്ങനത്തെ വല്ലാത്ത റിസ്ക് ഒന്നും ഏറ്റെടുക്കാത്തത്? എൻ്റെ കാര്യം ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കും. ഈ ചലഞ്ചായിട്ട് ഏറ്റെടുക്കുക ഞാൻ ആരാ? ദൈവത്തെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാനാ? ഞാൻ എന്നിട്ട് ആ വ്യക്തിയോടും പറഞ്ഞൊരു കാര്യം ഇതാണ്, നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടെ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനത്തെ കാര്യമൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിനക്ക് ഏൽപ്പിക്കുന്ന മാത്രം നീ ചെയ്താൽ മതി, അല്ലേ? അങ്ങേ അറ്റത്ത് ഞാൻ ഒരു ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട ഡാനിയൽ അച്ഛൻ്റെ ടോക്കിനകത്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ശരിക്കും അച്ഛൻ പെട്ടെന്ന് ചോദിച്ചു, മരിച്ചവരെ ഉയർപ്പിക്കുന്ന കൃപ വേണ്ടവരെന്ന് കൈ ഉയർത്തണം. അപ്പോൾ എല്ലാവരും അങ്ങ് കൈ ഉയർത്തുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിരുന്ന ഒരു ചേട്ടനോട് ചോദിക്കുക, എൻ്റെ പൊന്നു ചേട്ടാ, ഇച്ചിരി മുമ്പ് ചേട്ടനോടൊന്ന് കയറി ഇരിക്കാൻ പറഞ്ഞില്ലേ? ഒന്ന് കയറി ഇരിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ചേട്ടനാണോ ഇനി മരിച്ചവരെ ഉയർപ്പിക്കാനായിട്ട് കൃപ വേണം? കാരണം അതിന് ഉള്ള എളിമ പോലും ആ വ്യക്തിക്കില്ല. ഇത് രണ്ടാമത്തെ മേഖലയാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മളെ കൊണ്ട് ഒന്നും കർത്താവ് ചെയ്യിപ്പിക്കത്തില്ല. കാരണം നമ്മൾ ഈ കർത്താവിനെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുവാണല്ലോ, അല്ലേ? പല ഒരു ആത്മീയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ആത്മീയ പ്രഹസനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ കർത്താവിനെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിപ്പിച്ചെടുക്കുകയാണ്. ഇതന്നെ റോബോട്ടാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട്, വീണ്ടും പിശാച് വളരെ ഉയർന്നൊരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വം അവനെ കാണിച്ചു കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ തരാം. യേശു കൽപ്പിച്ച്, സാത്താനെ നീ ദൂരെ പോകുക, എന്തെന്നാൽ നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചെന്നാണ് വചനം പറയുന്നത്. കാരണം ഇതെന്ന് പറയുന്നത് ധനത്തിൻ്റെ ആസക്തിയാണ്. ആദ്യം നമ്മളെ പീഡിപ്പിക്കുന്ന ജഡമാണ്, പിന്നെ നമ്മുടെ ഞാനെന്ന ഭാവമാണ്, അഹങ്കാരമാണ്. അതിനുശേഷം ധനം, പേര്, പ്രശസ്തി, സ്ഥാനം, ഇതിനൊക്കെ വേണ്ടി മല്ലടിയാണല്ലോ. ഒന്നൊന്ന് ചിന്തിച്ച് നോക്കി, ഒരു ഇടവക കൂട്ടായ്മയിൽ, ഒരു ഫാമിലി യൂണിറ്റിൽ ഒരു ലീഡറിൻ്റെ സ്ഥാനം പോലും, കൂട്ടായ്മ ലീഡറിൻ്റെ സ്ഥാനം പോലും ഒഴിയാനായിട്ട് പലർക്കും പറ്റുന്നില്ല. എന്തോ സ്ഥാനമാനങ്ങളാണല്ലോ. അവിടേക്കാണ് നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഒരു റോൾ മോഡലായിട്ട് നിൽക്കുന്നത്. കാരണം ഞാനെന്ന ഭാവം, ഈ ഇരിക്കുന്ന സ്ഥാനം ഇളകിക്കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ലല്ലോ, പേരൊന്ന് ഇളകിക്കഴിഞ്ഞാൽ സഹിക്കത്തില്ലല്ലോ. ശരിക്കും ഈ ഒരു 3 കാര്യങ്ങളിൽ നമ്മളിങ്ങനെ വീണെണീറ്റേ പഠിക്കത്തുള്ളൂ. അങ്ങനെ വീണെണീറ്റ് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വീഴാതെ നിൽക്കാൻ പഠിക്കും. അതാണ് ശരിക്കും ഒരു മരുഭൂമി അനുഭവം നമ്മുടെ ജീവിതത്തിൽ. അത് ചിലരുടെ ജീവിതത്തിലൊക്കെ ഒരാഴ്ച കൊണ്ട് തീരാം, ചിലരുടെ ജീവിതത്തിൽ 10 ആഴ്ച കൊണ്ട് തീരാം, ചിലരുടെ ജീവിതത്തിൽ 1 വർഷം കൊണ്ട് തീരാം, ചിലരുടെ ജീവിതത്തിൽ ഒരു 10 വർഷം എടുത്ത് അത് തീരത്തുള്ളൂ, ചിലരുടെ ജീവിതത്തിൽ 20 വർഷം എടുക്കും, ചിലരുടെ ജീവിതത്തിൽ 50 വർഷമൊക്കെ എടുക്കും. അത് നമ്മുടെ വിട്ടുകൊടുപ്പ് അനുസരിച്ചിരിക്കും ഈ ഒരു സ്റ്റേജ് കടന്നു പോകാനായിട്ട്. കാരണം ഈ ഒരു സാധനം എപ്പോഴും നമ്മളിങ്ങനെ അങ്ങോട്ട് ടെംപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കേ. ഈ ജഡത്തിൻ്റെ കാര്യം, ഈ അഹങ്കാരം, ഞാനെന്ന ഭാവം, പിന്നെ ഈ മൂന്നാമത്തെ കാര്യം ധനം, പേര്, പ്രശസ്തി, ഇങ്ങനത്തെ കാര്യത്തിൽ ഇങ്ങനെ വീണെണീറ്റ് നമ്മളിങ്ങനെ വീഴാതെ നിൽക്കാനായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കത്തുള്ളൂ. അതിനാണ് നമ്മളെ പരീക്ഷിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പലരും ആ സ്റ്റേജിലൊക്കെ പെട്ടുപോകും. ആദ്യത്തെ ഇതിൽ തന്നെ ചിലർ ജഡത്തിൻ്റെ ആസക്തിയിലൊക്കെ അങ്ങ് വീണ് പോകും. വഴിവിട്ട ബന്ധങ്ങൾ, കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. അനാവശ്യമായിട്ടുള്ള കോണ്ടാക്ട്സ്. എന്തിനായി അനാവശ്യമായിട്ടുള്ള കോണ്ടാക്ട്സ്? എന്തിനാ? നമുക്ക് നമ്മുടെ തന്നെ പ്രശ്നങ്ങൾ തലയ്ക്കകത്ത് പൊക്കി നടക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരുടെ വിഷയം കൂടി എടുത്ത് നടക്കാനാണോ? അതിനൊന്നും ആവശ്യമില്ല. ഇതുപോലെ അഹങ്കാരം, ഞാൻ എന്തൊക്കെയാണ്, സഭയെ വിധേയപ്പെടാനായിട്ട് പറ്റത്തില്ല, നേതൃത്വത്തെ അനുസരിക്കാൻ പറ്റത്തില്ല, ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാനുള്ള ഒരു എളിമയില്ല.
അല്ലെങ്കിൽ ഇന്ന കാര്യം ഈ ചിന്താഗതി തെറ്റാണ്, ഇതിങ്ങനെ പോകരുത് എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാനുള്ളൊരു വിനയമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ നടന്ന് വേറെ ഞാൻ പറയുന്ന മാത്രം ശരിയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു സംഭവം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ആ വ്യക്തി മരിക്കുന്നതോടുകൂടി അതങ്ങ് തീരുക. അതിലൊന്നും ഒരു സ്ഥിരതയില്ലല്ലോ. അതുപോലെ തന്നെ അടുത്തൊരു സാധനം ആണ് ഈ ധനത്തിൻ്റെ ആസക്തി. പലതും വെട്ടിപ്പിടിക്കാനായിട്ടുള്ള ഓട്ടം. അത് കിട്ടും, ഇത് കിട്ടും. ഒരു ശിഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ വിറ്റ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ വിറ്റ് ഭക്ഷണം കഴിക്കരുത്, എനിക്ക് സഹിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട്. നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം, പക്ഷെ നീ എന്നെ വിറ്റ് കഴിക്കരുത്. കാരണം പലരും അല്ലേ, ചിലയിടത്തൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ടോക്കണായിട്ട് 500 രൂപ കൊടുത്താൽ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. ശരിക്കും സങ്കടം വരുന്ന കാര്യങ്ങളാണ്. എന്ത് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കേൾക്കുമ്പോഴേ. കാരണം ക്രിസ്തു എന്തുമാത്രം വേദനിക്കുന്നുണ്ട് അവൻ്റെ സഭയിൽ നിന്നിട്ടേ. കാരണം ഈ ഒരു 3 പരീക്ഷണത്തെ നമ്മൾ അതിജീവിച്ച് നമ്മൾ മുമ്പോട്ട് കടക്കണം. കാരണം ഈ 3 പരീക്ഷണങ്ങളെ മാറി 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 നമ്മളെ ഇങ്ങനെ ഈ എത്രയൊക്കെ വിട്ട് മാറിപ്പോയാലും വീണ്ടും 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 അറ്റാക്ക് ചെയ്യുന്ന പോലെ അവിടെയാണ് ഒരു അഗ്നിയിലുള്ള ഒരു വിശദീകരണമൊക്കെ വരുന്നത്. ഒറ്റപ്പെടലും ഒക്കെ വരുന്ന അവിടെയാണ്. അവഗണിക്കപ്പെടലും ഇതെല്ലാം വന്ന് നമ്മൾ അനുഭവിച്ച് അതിനെയൊക്കെ തരണം ചെയ്ത് മറ്റൊരു ലെവലിൽ നമ്മൾ നിന്ന് കഴിയുമ്പോഴത്തേക്ക് കർത്താവ് നമുക്കൊരു ബോണസ് തരുവേ. ആ ബോണസിൻ്റെ പേര് സമാധാനമെന്ന്. ഇത് നിനക്ക് ലോകം തരുന്ന പോലെ അല്ല ഈ സമാധാനം ഞാൻ തരുന്നത്. ഇത് ഇനി നിന്നിൽ നിന്ന് ആരും എടുത്തു കളയത്തില്ല. ഈ സമാധാനവും തന്നു കഴിഞ്ഞിട്ടേ 4ാമത്തെ കാര്യം നമ്മളിലൂടെ കർത്താവ് ചെയ്യിപ്പിക്കത്തുള്ളൂ. അത് ദൈവഹിതം എന്താണോ അത് എന്നിലൂടെ നടക്കാൻ തുടങ്ങും. അവിടെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു മിഷൻ ആരംഭിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ 100 മേനി 60 മേനി 30 മേനി ഫലം കൊയ്യാൻ പോകുന്നത്. കാരണം അതിന് മുമ്പ് ഒരു ടീച്ചിങ് പ്രോസസ്സ് ഉണ്ട്. ശരിക്കും യേശുക്രിസ്തു ഈ ഒരു 30 വർഷം ഒരു 30 വർഷം മരുഭൂമിയിലെ പരീക്ഷ കഴിയുന്നവരെ ആ ഒരു ടീച്ചിങ് മെത്തഡോളജിയിലൂടെയൊക്കെ കടന്നുപോയൊരു വ്യക്തിയാണ്. ദൈവപിതാവ് ഒരുക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. ശരിക്കും ആ ഇടയ്ക്ക് കണ്ടതൊക്കെ റിസൾട്ടാണ്. ഈ മരുഭൂമിയിലെ പരീക്ഷ കഴിയുന്ന തൊട്ടിട്ട് ഈ പീഡാസഹനം പെസഹ വ്യാഴാഴ്ച കഴിയുന്ന വരെയുള്ള സാധനങ്ങൾ അതൊരു റിസൾട്ട് മാത്രമാണ്. ആ റിസൾട്ട് മൊത്തം ഉണ്ടായത് മരുഭൂമിയിലെ പരീക്ഷ വരെ യേശു ജീവിച്ച ജീവിതത്തെയും ഈ ഓശാന ഞായറാഴ്ച കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതമുണ്ട് കർത്താവിൻ്റെ. ആ ഒരു ജീവിതത്തിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ നമുക്ക് അനുകരിക്കാനായിട്ട് ഇഷ്ടമുള്ളത് ഈ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള കർത്താവിനെ നമുക്ക് അനുകരിച്ചാൽ മതി. നമുക്ക് ആ ഒരു കർത്താവിനെ അനുകരിക്കാനും ആ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനും ഇഷ്ടം. കാരണം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഒരു കർത്താവിനെ, സൗഖ്യപ്പെടുത്തുന്ന കർത്താവിനെ, അപ്പം വർദ്ധിപ്പിക്കുന്നത്, മരിച്ചവരെ ഉറപ്പിക്കുന്ന കർത്താവിനെ, ഇത് മതി. പക്ഷേ ഈ മരുഭൂമി പരീക്ഷ കഴിഞ്ഞ് വന്ന ഒരു കർത്താവിനെ നമുക്ക് അനുകരിക്കാനായിട്ട് ഇഷ്ടമല്ല. കാരണം നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നില്ല. ഇനി ഓശാന ഞായറാഴ്ച കഴിഞ്ഞിട്ടുള്ള കർത്താവിനെയോ പീഡാസഹനത്തിലേക്ക് തന്നെ വിട്ടുകൊടുത്തൊരു കർത്താവിനെ നമുക്ക് അനുകരിക്കാൻ ഇഷ്ടമില്ല. കാരണം സഹനമൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ലല്ലോ. അതല്ല യഥാർത്ഥ ദൈവവിളി എന്ന് പറയുന്നത്. യഥാർത്ഥ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതൊരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ഒരു വൈദിക വിളി ആയിക്കൊള്ളട്ടെ, ഒരു സന്യസ്ത വിളി ആയിക്കൊള്ളട്ടെ, ഒരു ആത്മായ വിളി ആയിക്കോട്ടെ, ഒരു ഏകസ്ഥ വിളി ആയിക്കോട്ടെ, ഒരു ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഒരു വിളി ആയിക്കോട്ടെ, ജോലി മേഖല ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഈ ഒരു സ്റ്റേജ് അത് കടന്ന് പോയേ പറ്റൂ. അത് കടന്ന് നമ്മൾ അപ്പുറം കടക്കണം. ആദ്യത്തേതായിട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നു, അവിടെ വെച്ച് തീരുന്നില്ല. വിളിക്കപ്പെട്ടവർ അനേകരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ അപൂർവരാണ്. വിളിക്കപ്പെട്ടവരിൽ നിന്ന് കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗണത്തെ 3ാം സ്റ്റേജിലേക്ക് മാറ്റുന്നു. അവിടെ കർത്താവ് നമുക്ക് പഠിപ്പീര് തുടങ്ങുന്നു. ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, പിശാചിനെ അവൻ്റെ പ്രലോഭനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അത് പഠിപ്പിച്ച് വ്യക്തമാക്കി തന്നു കഴിഞ്ഞിട്ടേ അടുത്തൊരു ശുശ്രൂഷ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കപ്പെടുന്നുള്ളൂ. അത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ്. അത് പിതാവിൻ്റെ നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷയാണ്. അത് നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിലൂടെ കടന്നു പോയേ പറ്റും. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. പലപ്പോഴും നമ്മളും ഇന്നും ആ വഴികളിലൊക്കെ തന്നെയാണ്. ആ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് യേശുവിൻ്റെ നമ്മുടെ ജീവിതത്തിലെ റോളെന്ന് പറയുന്നത് ഒരു അധ്യാപകൻ്റെ റോളാണ്. നമ്മളെയൊക്കെ പണ്ട് കണക്കൊക്കെ പഠിപ്പിച്ച കണക്ക് മാഷിനെ പോലെ ചൂരലൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു അധ്യാപകൻ്റെ റോള്. അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നമ്മളെ നിർത്തുന്ന ഒരു കർത്താവിനെ നമ്മൾ പഠിക്കും. ഇങ്ങോട്ട് തിരിയാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ നന്നായിട്ട് അറിയും. ഇത് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യിപ്പിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക്
കാണാൻ പറ്റും. കാരണം അവൻ പറയുന്നത് അനുസരണം. ശരിക്കും ഇപ്പോൾ സന്യസ്ത വിളിയിലും വൈദിക വിളിയിലും ഈ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം ഇതൊരു കൃപയാണല്ലോ. ഇത് ഏറ്റെടുത്തുകൊണ്ടാണല്ലോ ഇവർ ജീവിതമൊക്കെ തുടങ്ങുന്നത്. ഈ കുടുംബജീവിതം നയിക്കുന്നവർക്ക് ഇതൊക്കെ ഉണ്ടെന്നേ ഒരു പാരലായിട്ടുണ്ട്. കാരണം കുടുംബജീവിതത്തിലും ഈ ഒരു ബ്രഹ്മചര്യം ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് അർഹിക്കപ്പെട്ട ഒരു ബന്ധം മാത്രമേ നമ്മൾ നിലനിർത്തുന്നുള്ളല്ലോ. അവിടെ വരുമ്പോഴും അതൊരു ബ്രഹ്മചര്യത്തിൻ്റെ മറ്റൊരു പാർട്ടാണ് ഇത്. കാരണം വേറെങ്ങും കൊണ്ട് വേറൊന്നും ഒരു മോശമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, ചെയ്യാൻ പാടില്ല. അവിടെയും ഒരു ബ്രഹ്മചര്യം നമ്മൾ കാക്കുന്നുണ്ടല്ലോ. ദാരിദ്ര്യം എന്ന വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട് കുടുംബജീവിതത്തിലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ, ദുഃഖങ്ങൾ, സഹനങ്ങൾ ഒക്കെ നമ്മുടെ ദാരിദ്ര്യമാണല്ലോ. അനുസരണം, ദൈവത്തെ അനുസരിക്കുക, സഭയെ അനുസരിക്കുക, എളിമപ്പെടുക. എളിമയുണ്ടെങ്കിലേ നമുക്ക് അനുസരണം ഉണ്ടാകത്തുള്ളൂ. അല്ല, വിശ്വസിക്കണം. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുസരിക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസം ഉണ്ടെങ്കിലല്ലേ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹം ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഒരാളെ വിശ്വസിക്കത്തുള്ളൂ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർകണക്റ്റഡാണ്. അതുകൊണ്ട് ആ ഒരു അനുസരണം എന്ന ഒരു പുണ്യത്തെക്കുറിച്ച് കർത്താവ് നന്നായിട്ട് പഠിപ്പിക്കും. ആ ഒരു അനുസരണം പഠിപ്പിക്കാനാണ് ഈ ഒരു മേഖലയിലൂടെയൊക്കെ കർത്താവ് നമ്മളെ കടത്തിവിടുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം, നമുക്ക് ആത്മാക്കളെ നേടണം. കാരണം നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ ആത്മാവിനും എന്തുമാത്രം വിലയുണ്ടെന്ന് കർത്താവിന് അറിയാം. കർത്താവ് ഒരു ആത്മാവ് നശിച്ചാൽ പോലും അല്ല, എനിക്ക് ദാഹിക്കുന്നു എന്നാണ് ലാസ്റ്റ് കുരിശിൽ കിടന്ന് പറയുന്നത്. അത് ആത്മാക്കൾക്കുള്ള ദാഹമാണ്. കാരണം ഒരു ആത്മാവ് പോലും നശിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കുരിശിൻ്റെ ഇടതുവശത്ത് കിടന്ന ചീത്തയായ കള്ളൻ്റെ ആത്മാവ് പോലും നശിച്ചോന്ന് നമുക്ക് അന്ത്യവിധിയിലും അറിയത്തുള്ളൂ. കാരണം അതുപോലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു ശുശ്രൂഷയിലേക്ക് ഒരാത്മാവിനെ പോലും നഷ്ടപ്പെടുത്താതെ സകലത്തിനെയും കൊട്ടി കർത്താവിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നു. അതനുസരിച്ച് നമുക്ക് നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കാം, ശരീരത്തെ വിട്ടുകൊടുക്കാം, ആത്മാവിനെ വിട്ടുകൊടുക്കാം. കർത്താവ് നയിക്കട്ടെ, അവൻ പഠിപ്പിക്കട്ടെ. അവൻ്റെ പഠിപ്പീരെല്ലാം പൂർത്തിയായി ഒരു എക്സാം എഴുതി പാസ്സായി കഴിഞ്ഞിട്ട് നമ്മുടെ മിഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനത്തിന് വലിയൊരു പ്രകാശം കാണിച്ചു കൊടുക്കാൻ, മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തതുപോലെ നമ്മളൊരു ദീപ്തിയായിട്ട് മാറാം. നമുക്കൊരു ദീപ്തിയായിട്ട് ഉദയം ചെയ്യാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.